നമ്മളുടെ വീട്ടിലൊക്കെ ഇത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കുറേ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അധികം സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനുണ്ടല്ലോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കിളികളൊക്കെ കുറേ കഴിക്കുമെങ്കിൽ നമുക്കും കഴിക്കാം. പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആവുമല്ലോ. അത്യാവശ്യം നല്ല മധുരമുള്ള പഴങ്ങളൊക്കെ ആയിരിക്കും, വാട്ടയൊന്നും അല്ലല്ലോ. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വാട്ടപ്പഴമൊക്കെ ആയിരിക്കും. പിന്നെ നല്ല വില കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ പറമ്പിലുള്ളപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. നല്ല അടിപൊളി സാധനവും കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ അമ്മമാരെയും പിന്നെ എന്താ പറയുക, സ്ത്രീകളുമൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ്. അത്യാവശ്യം നമ്മൾ ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം മതി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതൊരിത്തിരി സമയമൊക്കെ പരിചരിക്കുമ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫലമൊക്കെ തരും കേട്ടോ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കതൊരു സന്തോഷമായിട്ട് മാറും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ. പിന്നെ നമ്മളുണ്ടല്ലോ ഈ കാന്താരി, അതുപോലെ മുളക്, കപ്പ അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ കുറേയൊക്കെ നട്ട് പിടിപ്പിക്കുമ്പോൾ കുറേയൊക്കെ തുരപ്പനൊക്കെ കൊണ്ടുപോകുമെങ്കിലും ബാക്കി നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഒരു കപ്പങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. അത് അത്യാവശ്യം കടയിൽ നിന്നൊക്കെ മേടിച്ച കുരുക്കളൊക്കെ ആയിരിക്കെങ്കിലും ഞാനിങ്ങോട്ട് എറിഞ്ഞിട്ട് ഇടുമ്പോൾ നല്ല രീതിയിലൊക്കെ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കപ്പങ്ങയുണ്ട്. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തൊന്നും മേടിക്കണ്ട, വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളും ഇതുപോലെ തന്നെ അത്യാവശ്യം മെനക്കെടണ്ട. അത് അത് ഇച്ചിരി കുരുവൊക്കെ പറമ്പിലേക്കൊക്കെ എറിയുമ്പോൾ അത് അവിടെ നിന്നുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തിരി മണ്ണൊക്കെ തടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് വെള്ളക്കെട്ട് വരാതെ ചെയ്യാതെ അവിടെ നിൽക്കും. അങ്ങനെ അതിൽ നിന്നും കപ്പങ്ങ ഉണ്ടാവാൻ തുടങ്ങും. കുറേ നാളുകൾ ഈ കപ്പങ്ങ എന്ന് പറഞ്ഞ സംഭവം നിൽക്കും കേട്ടോ. വെള്ളക്കെട്ടുണ്ടെങ്കിലാണ് അത് വേഗം പോണത്. പിന്നെ നമുക്ക് പറമ്പിലൊക്കെ അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് കിട്ടുമ്പോൾ നമുക്കത് വളരെ സന്തോഷമായിരിക്കും. കാരക്കയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ ഉൾപ്പെടെയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കും അത്ര കാര്യമൊന്നുമല്ല, കാരണം വേണ്ടോളം ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര മീച്ചം ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, മരം ഇങ്ങനെ ഒടിഞ്ഞു വീണപ്പോൾ അധികം മൂത്തില്ലട്ടെ, എന്നാലും ഇതിൻ്റെ കുരു അത്യാവശ്യം നല്ലതാണെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. കാലുവേദനക്കൊക്കെ വളരെ നല്ലതാണല്ലോ അതിൻ്റെ കുരു വറുത്തെടുത്ത് കഴിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ ചേനപ്പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു നേരത്തെ തോരൻ കറിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ